യെസ് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ലോ മിനിസ്റ്റർ സർ ലോ മിനിസ്റ്റർ ഞാൻ പറഞ്ഞത് ലോ മിനിസ്റ്റർ ബഹുമാനായ ശ്രീ മുനീർ അദ്ദേഹത്തെ സംബന്ധിച്ച് വന്നിട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷെ അതിൽ പറഞ്ഞൊരു പരാമർശം അത് വലിയ അപകടത്തിലേക്ക് എത്തുന്നതാണ്. ഒരു പ്രതിയുടെ പേരിൽ പറയുന്നത് ആ പേര് ഒരു പ്രത്യേക മതവുമായി ബന്ധപ്പെടുത്തി അതിനൊരു വർഗീയ ധ്രുവീകരണത്തിന് ഈ നിയമസഭയെ വേദിയാക്കിയിട്ടുള്ളത് വലിയ അപകടമാണ്. അത് അങ്ങ് പരിശോധിച്ച് ആവശ്യമായ മാറ്റം വരുത്തും. അല്ല ഒരു മിനിറ്റ് പ്രതിപക്ഷ ഒരു മിനിറ്റ് അല്ല, അദ്ദേഹത്തിന്റെ സംസാരം ആ രീതിയിലാണ് പോയത്. അത് തർക്കിക്കണ്ട. അല്ല അദ്ദേഹത്തിന്റെ ചർച്ച അങ്ങനെയാണ് ആദ്യം പോയത്. ചെയർ ഇടപെട്ടപ്പോഴാണ് അദ്ദേഹം മാറ്റിയത്. പറ. ഗുരുതരമായ ആരോപണമാണ് ഉന്നയിച്ച് ബഹുമാനപ്പെട്ട അംഗം സി വി ജോയി ഡോക്ടർ മുനീറിന്റെ പേരെടുത്ത് പരാമർശിച്ച് 2 പേരുടെ പേര് ആദ്യമായിട്ട് ഇവിടെ പറഞ്ഞാല് നിങ്ങളുടെ അംഗം. അപ്പൊ അദ്ദേഹം പറഞ്ഞു അവരൊരു കേസിലും പ്രതിയല്ല. അങ്ങ് മുഴുവൻ കേട്ടില്ല. ഞാൻ പറയുന്നത് ആ ഭാഗം തെറ്റില്ല. പക്ഷെ അതിനിടയിൽ അദ്ദേഹം നടത്തിയൊരു വാചകം അദ്ദേഹം ശ്രദ്ധിച്ചാൽ മതി. അങ്ങ് എന്തിനാ വെറുതെ അറിയാത്ത കാര്യത്തിൽ വാദിക്കുന്നത്? വേണേ രേഖ നോക്കിക്കോളൂ. ബഹുമാനായ ചെയറും കേട്ടിട്ടുണ്ടല്ലോ. മലപ്പുറത്ത് പോലെ ആ പരാമർശം ഒരു മതത്തിന്റെ പേരാണ്. അത് കൊടുവള്ളിയിലും അതേ രൂപത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. അങ്ങനെപ്പോലെ ഒരാൾ പറയാൻ പാടില്ലായിരുന്നു. അവനെ നിയമസഭയെ വേദിയാക്കാൻ പാടില്ലായിരുന്നു. അതെനിക്ക് തോന്നുന്നു പ്രതിപക്ഷ ഉപനേതാവും അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ആ പരാമർശങ്ങൾ അത്ര ശരിയായ രൂപത്തിലുള്ളതല്ല. അങ്ങ് പരിശോധിച്ചിട്ട് ആവശ്യമായിട്ടുള്ള മാറ്റം അത് പരിശോധിക്കാം. ഏതായാലും അതിൽ ചെയറിനൊരു അഭിപ്രായമുണ്ട്. നിയമസഭക്കകത്ത് പ്രയോഗിക്കുമ്പം ഒരു പ്രത്യേക രീതിയിലേക്ക് പോകുന്ന രീതി ശരിയല്ല. സ്ലിപ്പാണോന്ന് അറിയില്ല. ഏതായാലും ആ രീതിയിലേക്ക് വന്നത് ശരിയായില്ല. അദ്ദേഹം അവിടെ ഇങ്ങനെ ഒരു ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് ഗൗരവമായി അങ്ങ് കാണണ്ടേ? അങ്ങനെ അവിടെ ധ്രുവീകരണം ഉണ്ടാക്കരുത്. ഞാൻ പറയുന്ന അവിടെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്ന് പറഞ്ഞ വ്യത്യാസമില്ലാത്തൊരു സ്ഥലമാണ് സർ. അതിനെ വേർതിരിച്ച് രീതിയിൽ ചിത്രീകരിക്കാൻ ശ്രമിക്കരുത് സർ. പോയിന്റ് ക്ലിയർ. അപ്പൊ അതുകൊണ്ട് ജോയ് ആണ് ശ്രദ്ധിക്കേണ്ടത് ഇനി മുതൽ. ജോയ് ആ രീതിയിലൊന്നും പറഞ്ഞിട്ടില്ല. 2 പേരേ പറഞ്ഞിട്ടുള്ളൂ. ജോയ് വേറെ ആംഗിളൊന്നും പറഞ്ഞിട്ടില്ല. ആ 2 പേര് കേസില്ല. ആ 2 പേര് തന്നെ പറയാൻ നിങ്ങൾ പറഞ്ഞല്ലോ. അതിന് നിങ്ങൾ ക്ലിയർ ചെയ്തു. അബുലൈസിന്റെ കാര്യം ക്ലിയർ ചെയ്തു. കേസില്ലാത്ത എന്തിന് മെൻഷൻ ചെയ്തു? അതിൽ പറഞ്ഞല്ലോ സഭാരേഖയെ നീക്കം ചെയ്യാന്ന് പറഞ്ഞു. ക്രമവിരുദ്ധമായ ഒരു കാര്യവും രേഖയിൽ ഉണ്ടാവില്ല. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ മറുപടി. ഇല്ല ഇനി മറുപടി ഒന്നും. സാർ, ഇന്നലെ പ്രതിപക്ഷം ഒരു അടിയന്തര പ്രമേയത്തിൻ്റെ നോട്ടീസ് നൽകിയിരുന്നു. ആ നോട്ടീസ് നൽകിയപ്പോൾ പ്രതിപക്ഷം കരുതിയത് സർക്കാർ ഒരു ചർച്ചയ്ക്ക് തയ്യാറാവില്ല എന്നുള്ളതായിരുന്നു. എന്നാൽ പ്രതിപക്ഷത്തെ അമ്പരപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടിയന്തരമായി തന്നെ ഈ നോട്ടീസ് ചർച്ച ചെയ്യണം, അടിയന്തര പ്രമേയം ചർച്ച ചെയ്യണം എന്ന നിലപാടെടുത്തു. ശേഷം ഈ സഭയിൽ കണ്ടത് എന്താണ് എന്ന് ആവർത്തിച്ച് ഞാൻ സമയം കളയേണ്ട കാര്യമില്ല. നമ്മളെല്ലാവരും കണ്ടതാണ്, ലോകം മുഴുവൻ കണ്ടതാണ്. സ്വന്തം അടിയന്തര പ്രമേയത്തിൻ്റെ നോട്ടീസ് കൊടുത്ത ശേഷം ബഹളമുണ്ടാക്കി സഭ നിർത്തിവെപ്പിച്ച് തങ്ങൾ കൊടുത്ത നോട്ടീസിന് അതിനോടൊരു ഉത്തരവാദിത്വവും കാണിക്കാതെ ഇന്നലെ പ്രതിപക്ഷം പോയത് നമുക്കെല്ലാവർക്കും അറിയാം. അതിൻ്റെ ജാള്യവും ക്ഷീണവും തീർക്കാൻ ഇന്ന് വീണ്ടും ഒരു നോട്ടീസായിട്ട് വരികയല്ലാതെ വേറൊരു മാർഗവും പ്രതിപക്ഷത്തിൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നില്ല. ഇന്നലെ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞ അതേ ആത്മവിശ്വാസത്തോടെ മുഖ്യമന്ത്രി ഇന്നും പറഞ്ഞു ഇത് അടിയന്തരമായി തന്നെ ചർച്ച ചെയ്യണം എന്നത്. സർ, ഈ സർക്കാരിൻ്റെ ആത്മവിശ്വാസത്തിൻ്റെ ഒന്നും മറയ്ക്കാനില്ല എന്ന ആത്മവിശ്വാസത്തിൻ്റെ നിദർശനമാണ് നാം ഇന്നലെയും ഇന്നും കണ്ടത്. ഈ അടിയന്തര പ്രമേയം ചർച്ച ചെയ്യണം എന്ന് തന്നെ ഞങ്ങൾ സർക്കാർ തീരുമാനിച്ചതിൻ്റെ കാരണം കേരളത്തിൽ ഒരു വലിയ
യുദ്ധം ഇടതുപക്ഷത്തിനെതിരായും ഇടതുപക്ഷം നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റിനുമെതിരായും പുറത്തഴിച്ചു വിട്ടിരിക്കുകയാണ്. ആ യുദ്ധത്തിൽ തീവ്ര ഇടതുപക്ഷം മുതൽ തീവ്ര വലതുപക്ഷം വരെ ഉള്ള രാഷ്ട്രീയ ശക്തികൾ, വർഗീയ ശക്തികളുണ്ട്. അവർ മാത്രമല്ല അതിലുള്ളത്. അവർക്ക് പിൻബലമൊരുക്കിക്കൊണ്ട് കേരളത്തിലെ മാധ്യമ ശൃംഖലയാകെ അണിനിരന്നിട്ടുണ്ട്. സാർ, ഈ യുദ്ധത്തിന് നേരത്തെയും ഇടതുപക്ഷവും കമ്മ്യൂണിസ്റ്റുകാരും വലിയ ആക്രമണങ്ങൾ നേരിട്ടിട്ടുണ്ട്. ചരിത്രത്തിൽ ഞങ്ങളോളം ആക്രമണങ്ങൾ നേരിട്ടിട്ടുള്ള ആരും ഉണ്ടാവില്ല. ബ്രിട്ടീഷ് കൊളോണിയലിസത്തിന്റെ കാലത്ത് തൂക്കിലേറ്റപ്പെട്ടവരുണ്ട്. മഠത്തിലപ്പവും ചിരുവണ്ടനും അബൂബക്കറും കുഞ്ഞമ്പു നായരുമെല്ലാം തൂക്കിലേറ്റപ്പെട്ടവരാണ്. സർദാർ ഗോപാലകൃഷ്ണൻ തടവറയിൽ ലോക്കപ്പിൽ കൊല്ലപ്പെട്ടവനാണ്. മണ്ടോടിക്കണ്ണനെ ലോക്കപ്പിൽ ഇടിച്ചു കൊന്നത് ഈ കേരളത്തിന്റെ ചരിത്രമാണ്. 218 CPIM-ന്റെ പ്രവർത്തകരാണ് സർ കേരളത്തിൽ RSSന്റെ കൊലക്കത്തിക്കിരയായി രക്തസാക്ഷികളായി മാറിയിട്ടുള്ളത്. 218 CPIM പ്രവർത്തകർ. ആക്രമണങ്ങൾ സർ, പ്ലീസ് കേൾക്ക് വിൻസെന്റ്. അങ്ങേ കമന്റ് വിൻസെന്റ് പറഞ്ഞു കൊടുക്കും. ഞാൻ ഉണ്ടായിട്ടില്ല. അങ്ങ് സംസാരിച്ചോ സർ. 218 CPIM-ന്റെ പ്രവർത്തകരെ RSS കൊലപ്പെടുത്തിയിട്ടുണ്ട്. വിമോചന സമരകാലത്ത് കുറുവടിപ്പടയുണ്ടാക്കിയിട്ട് ഇവരടങ്ങുന്ന സംഘം ഞങ്ങളെ ആക്രമിച്ചിട്ടുണ്ട്. ഞങ്ങളെ മാത്രമല്ല, മൊയാരത്ത് ശങ്കരനെ തല്ലിക്കൊന്നിട്ടുണ്ട്. കോൺഗ്രസിന്റെ ചരിത്രം എഴുതിയിട്ടുള്ള നേതാവാണ് മൊയാരത്ത് ശങ്കരൻ. സാർ, ഈ ആക്രമണങ്ങളെല്ലാം ഞങ്ങൾക്ക് നേരെ വന്നിട്ടുള്ളത്, ആ ആക്രമണങ്ങളെല്ലാം ആയുധം കൊണ്ടുള്ള ആക്രമണമായിരുന്നു. അവിടെ കത്തിയും തോക്കുമെല്ലാം ഞങ്ങൾക്ക് നേരെ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ അസത്യങ്ങൾ ആയുധമായി വർഷിച്ചുകൊണ്ടാണ് ഇടതുപക്ഷത്തിനും ഇടതുപക്ഷം നേതൃത്വം കൊടുക്കുന്ന സർക്കാരിനുമെതിരെ കേരളത്തിൽ വിപുലമായൊരു യുദ്ധസന്നാഹം ഒരുക്കിയിരിക്കുന്നത്. അസത്യങ്ങൾ അനുദിനമെന്നല്ല അനുനിമിഷം ബോംബുകൾ പോലെ കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ വർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ അസത്യവർഷത്തെ നേരിടാനാണ് ഗവൺമെന്റ് ഇന്നലെയും പറഞ്ഞത് ചർച്ചയാവാമെന്ന്, ഇന്നും ചർച്ചയാവാം എന്ന് പറയുന്നത്. ആ അസത്യത്തെ വസ്തുതകൾ കൊണ്ട്, സത്യങ്ങൾ കൊണ്ട് ഈ സഭാതലത്തിൽ നേരിടാം എന്ന ഞങ്ങളുടെ ആത്മവിശ്വാസം, ആർജവം, അതാണ് ഞങ്ങളെ ഈ ചർച്ചയ്ക്ക്, അടിയന്തര പ്രമേയത്തിന്റെ ചർച്ചയ്ക്ക് നിങ്ങളുടെ വെല്ലുവിളി സ്വീകരിക്കാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചിട്ടുള്ളത്. ഞാനിവിടെ ഒരു തരത്തിലുള്ള ആക്ഷേപത്തിനൊന്നും മുതിരുന്നില്ല. വസ്തുതകൾ ഞങ്ങൾക്ക് പറഞ്ഞാലും തീരാത്തത്രയുണ്ട്. എന്തുകൊണ്ട് പ്രതിപക്ഷം ഇന്നലെ ഇവിടെ നിന്ന് പോയത്? കാരണം അവർക്ക് വസ്തുതകളെ നേരിടാനാവില്ല, സത്യങ്ങളെ നേരിടാനാവില്ല. അവർ എവിടേക്കാണ് സർ ഇവിടെ നിന്ന് ഓടിപ്പോയത്? പുറത്ത് കാത്തിരിക്കുന്ന മാധ്യമങ്ങളുടെ മടിത്തട്ടിലേക്കാണ് സഭയിൽ നിന്ന് ഒളിച്ചോടിയ പ്രതിപക്ഷം എത്തിച്ചേർന്നത്. കാരണം അവർക്ക് ജയിക്കാൻ ഈ മാധ്യമ പിന്തുണയുണ്ടെങ്കിൽ മാത്രമേ കഴിയൂ. അതെ, PR-നെ കുറിച്ചാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും വലിയ PR കിട്ടിയ സൗഭാഗ്യവാന്മാരാണ് സർ കേരളത്തിലെ വലതുപക്ഷം, പ്രതിപക്ഷം. മാധ്യമങ്ങളുടെ മടിത്തട്ടിൽ മയങ്ങുന്നവരാണ് സർ. മാധ്യമങ്ങളുടെ പരിലാളന ഏറ്റുവാങ്ങി അവരുടെ അരുമകളായി വളർന്നു വന്നവർ. അവരൊരുക്കിയ തേർത്തട്ടിൽ നിന്ന് ഇടതുപക്ഷത്തിനു നേരെ, ഈ സർക്കാരിനു നേരെ അസത്യങ്ങളുടെ വ്യാജ ബോംബുകൾ വർഷിക്കുന്നവരാണ്. അതിനെ നേരിടാനാണ് ഞങ്ങൾ ഇവിടെ ചർച്ചയാവാം എന്ന് പറഞ്ഞത്. സർ, എന്തെല്ലാം കാര്യങ്ങൾ ഈ നോട്ടീസിന്റെ പേരിൽ, ചർച്ചയുടെ പേരിൽ പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുണ്ട്, എല്ലാത്തിനും വസ്തുതകൾ നിരത്തി മറുപടി പറയാം. അത് കേൾക്കാനുള്ള ക്ഷമയും സഹിഷ്ണുതയും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരു തരത്തിലും ഒരാക്ഷേപവും നടത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്നും ആദ്യം തന്നെ പറയട്ടെ. അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തരുമെന്ന് പ്രതീക്ഷിക്കരുത്. സർ, ഇവിടെ പറഞ്ഞത് ഇതെങ്ങനെ പ്രൊവോക്കേഷൻ ആവുന്നത്? സർ, ഞങ്ങൾ ചിരിച്ചാൽ കുറ്റം, ഞങ്ങൾ ഗൗരവത്തിൽ പറഞ്ഞാൽ അതും കുറ്റം. ഇത്ര കാലം ഞങ്ങൾ ചിരിക്കുന്നില്ല എന്നായിരുന്നു പരാതി. ഇപ്പോ നിങ്ങൾ ചിരിക്കുന്നതിനെ പോലും ഭയപ്പെടാൻ തുടങ്ങിയോ? സർ, ഞാൻ ഓരോ കമന്റിനും മറുപടി പറയുന്നില്ല. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനോടുള്ള ബഹുമാനം കൊണ്ട് ഞാൻ അദ്ദേഹം പറഞ്ഞതിനോട് മാത്രം പ്രതികരിച്ചു എന്നുള്ളൂ. ഓരോന്നിനും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. സർ,
ഇവിടെ ഒരുപാട് കാര്യങ്ങൾ വന്നു. എ ഡി ജി പിയെ കുറിച്ച് വന്നു, പിന്നെ സ്വർണ്ണക്കടത്തിനെ കുറിച്ച് വന്നു. മലപ്പുറത്തെ മുൻനിർത്തി വളരെ അപകടകരമായ ഒരു നെറേറ്റീവ് സൃഷ്ടിക്കാൻ പുറത്ത് നടത്തിയ അതേ ശ്രമം നിയമസഭയിലും നടത്തി എന്നത് വളരെ നിർഭാഗ്യകരമാണ്, ഞെട്ടിപ്പിക്കുന്നതാണ്. അതാണ് ഏറ്റവും അവസാനം ബഹുമാനപ്പെട്ട നിയമമന്ത്രി ഇവിടെ ചൂണ്ടിക്കാണിച്ചത്. അത്തരമൊരു നെറേറ്റീവ് സൃഷ്ടിക്കപ്പെടുന്നതിന് ഒരു തരത്തിലും കൂട്ടുനിൽക്കാൻ ഞങ്ങൾക്കാവില്ല എന്നതുകൊണ്ടാണ് അതേ സമയം തന്നെ അദ്ദേഹം അപ്പോൾ തന്നെ ഇടപെട്ട് തിരുത്തിയത്. അങ്ങേക്കും അതിൻ്റെ അപകടം ശരിയായി തന്നെ മനസ്സിലാക്കി അങ്ങ് ഉൾക്കൊണ്ടു എന്നതിലും സന്തോഷം രേഖപ്പെടുത്തുകയാണ്. സർ, ഇവിടെ ഒരു പ്രചരണം എന്താണ്? എ ഡി ജി പിയുടെ പേരിലാണല്ലോ ഇതിൽ കുറേ കാര്യങ്ങൾ വന്നത്. സർ, എ ഡി ജി പി ആയിട്ടുള്ളയാൾ, ക്രമസമാധാന ചുമതല വഹിച്ചിരുന്ന എ ഡി ജി പി RSS നേതാക്കളെ സന്ദർശിച്ചതിനെ പറ്റിയിട്ട് ആരോപണം ഉയർന്നു വന്നു. അത് സംബന്ധിച്ച് ആരോപണമാണല്ലോ വന്നത് ആദ്യം. അത് സംബന്ധിച്ച് സംസ്ഥാന പോലീസ് മേധാവി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം അന്വേഷിച്ചു. സർ, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതിനു മുമ്പ് സംസ്ഥാന പോലീസ് മേധാവി നേരിട്ട് ഇങ്ങനൊരു അന്വേഷണം നടത്തിയിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് വ്യക്തതയില്ല. പോലീസ് മേധാവി നേരിട്ട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ഏറ്റവും ഉന്നത തലത്തിലുള്ള സംവിധാനം ഏർപ്പെടുത്തി ആ കാര്യം അന്വേഷിച്ചു. സർ, അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട്. റിപ്പോർട്ട് പ്രകാരം എ ഡി ജി പിയെ ആരോപണമുക്തനാക്കാനുള്ള തെളിവുകൾ ഇല്ല. എന്നാൽ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ തെളിയിക്കപ്പെടാനുള്ള തെളിവുകളും കണ്ടെത്താനായിട്ടില്ല. സാർ, ഞാൻ പറഞ്ഞു വരട്ടെ, ക്ഷമിക്കൂ. റണ്ണിംഗ് കമന്ററി ഇഗ്നോർ ചെയ്തേക്ക്. സാർ, സർക്കാരിൻ്റെ തലത്തിൽ ഈ റിപ്പോർട്ട് വളരെ ഗൗരവത്തോടു കൂടി തന്നെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പരിശോധിച്ചു കഴിയുകയുണ്ടായി. ആ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിലുള്ള സാഹചര്യത്തിൽ സർക്കാരിന് സ്വീകരിക്കാവുന്ന ഏറ്റവും ഉചിതമായ നടപടി എ ഡി ജി പിയുടെ കാര്യത്തിൽ സ്വീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം അന്വേഷണ സംഘത്തിന് മൊഴി കൊടുത്തതായി മനസ്സിലാക്കുന്നത് RSS നേതാക്കളെ കണ്ടതൊരു കേട്സി കാൾ മാത്രമാണ് എന്നതാണ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇവിടെ വരുന്ന ഇങ്ങനെയുള്ള എല്ലാ പാർട്ടികളുടെയും നേതാക്കളെ അദ്ദേഹം കാണാറുണ്ട് എന്ന് മൊഴി കൊടുത്തതായിട്ടാണ് മനസ്സിലാവുന്നത്. അതേസമയം മാധ്യമങ്ങളിൽ ചില വാർത്തകൾ വന്നിട്ടുണ്ട്. അവസാനം പോരെ, അങ്ങ് തുടർച്ചയായിട്ട്